Hello friends, this is Abhilash Vandavan again from NRI Trader. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം വോഡഫോൺ ഐഡിയനെ കുറിച്ചാണ്. ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് വാങ്ങിച്ചോട്ടെ, ഇത് വളരെ ചെറിയ പ്രൈസിൽ അവൈലബിൾ ആണ്, ഇത് ഇവിടുന്ന് ടേൺ അറൗണ്ട് സ്റ്റോറി ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല, കാരണം ഐ എം നോട്ട് എ ക്വാളിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ. അതിന് പകരം നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. എൻ്റെ പേഴ്സണൽ വ്യൂ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും സംസാരിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ എന്താണ് ഇവരുടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ വീഡിയോന്റെ ഇടയ്ക്ക് ഞാനൊരു കമ്പനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ക്യാൻ ബി എ പൊട്ടൻഷ്യൽ മൾട്ടി ബാഗർ ഓൾസോ. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. ഏതാണ് ആ കമ്പനി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിന്റെയോ ഓപ്ഷൻസിന്റെയോ യാതൊരു കാര്യം സംസാരിക്കാറില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതത്തിലെ നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന, നമ്മളുടെ പൈസയെ കൊണ്ടുപോയി നമുക്ക് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വളരെ എളുപ്പത്തിൽ. അപ്പോൾ അത് ചെയ്ത് അനുഭവം കിട്ടിയ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. സാർ പറയുന്നത് വളരെ കൃത്യമാണ്, എനിക്ക് 2 ലക്ഷം രൂപ പോയി, 5 ലക്ഷം രൂപ പോയി എന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ചെയ്യാതിരിക്കുക. ഓക്കെ, എന്തിനാണ് നിങ്ങൾ ഇത്രയും ആൾക്കാരുടെ റിസൾട്ട് നിങ്ങൾക്ക് മുമ്പിലുണ്ട്, പിന്നെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? ഓക്കെ, അതിന് പകരം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ വിത്ത് ദിസ് നോട്ട്, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ വോഡഫോൺ ഐഡിയൻ്റെ സ്റ്റോക്ക് നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് ഈ ലെവലിൽ നിന്ന് ഏകദേശം 97% താഴെ വന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും. സോ ലെറ്റ്സ് സീ വൺ ബൈ വൺ എന്താണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ. ബിസിനസിനെ കുറിച്ച് ഞാൻ ഇന്ന് കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ബിസിനസ്സാണ്, ടെലികോം ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് ഇതിന് ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാം, കാരണം ഇത്രയും താഴെ എത്തിയല്ലോ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? വോഡഫോൺ ഐഡിയ ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ ഇന്ത്യ. ലീഡിംഗ് സർവീസ് പ്രൊവൈഡർ തന്നെയാണ്, ഒന്നും പറയാനില്ല അതിനകത്ത്, അല്ലേ? നമ്മളെല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് ഒരു സമയത്ത്, ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ? നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത്, പിന്നെ അതിൻ്റെ ബുക്ക് വാല്യൂവിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ -15.3 ബുക്ക് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ് വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ -15.3 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും എന്താ പറയുക, പിന്നെ താഴേക്ക് ഇനി എന്തെങ്കിലും പറ്റാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അത്രയ്ക്കും പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ബുക്ക് വാല്യൂ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്കിന്റെ പി റേഷ്യോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, പി റേഷ്യോ എന്ന് പറയുന്ന സംഭവം അവിടെ ഒന്നും കാണാനില്ല. കാരണം എന്താണ്? പി റേഷ്യോ വേണമെങ്കിൽ ലാഭം ഉണ്ടാവണം, ലാഭം ഉണ്ടെങ്കിലേ പി റേഷ്യോ വരത്തുള്ളൂ, അല്ലേ? അതേ രീതിയിൽ അവരുടെ കമ്പാരിസൺ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പി ഒക്കെ എത്രയാണ്? ഭാരതി എയർടെലിന്റെ പി റേഷ്യോയുടെ 48.88 കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ടാറ്റ കോമിന്റെ 33.8. ബാക്കിയുള്ളവരുടെ പി എങ്കിലും കാണാൻ പറ്റുന്നുണ്ട്, ഇവരുടെ പി റേഷ്യോ തന്നെ ഇല്ല. അത് വേറൊരു റീസൺ ആണ്. ഈ റീസണൊക്കെ എന്തിനുള്ള റീസണാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത്, ഞാനൊരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ റീസണായിട്ട് നിങ്ങൾ കണക്കൂട്ടി വെച്ചു. ഇപ്പോൾ രണ്ടാമത്തെ റീസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, റിസർവ് കമ്പനിയുടെ അടുത്ത് സ്വന്തം പൈസ ഏകദേശം മാർച്ച് 2019 വരെ 50,000 കോടി രൂപ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞത് -22,000 കോടി രൂപയായി. ഇപ്പോൾ അത് 1,23,039 എന്ന് വെച്ചാൽ മൈനസ് ആണ്. പോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യം, എല്ലാം മൈനസ് ആണ്. ഓക്കെ, റിസർവ് എന്ന് പറയുന്ന സംഭവം ഇല്ല ആക്ച്വലി. ഓക്കെ, അതും മൈനസിലാണ് കിടക്കുന്നത്. ബോറോയിങ്ങിൽ 49,411 കോടി രൂപ എന്നിവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി അതല്ല. അപ്പൊ ആദ്യം ഇവർ ഈ ബോറോയിങ് കാണിച്ചിരുന്നത് അതർ ലയബിലിറ്റീസിൽ ഇവിടെ താഴെയായിരുന്നു, കേട്ടില്ലേ? 2,18,000 കോടി രൂപ അതർ ലയബിലിറ്റി ഇവിടെ കാണിക്കുന്നില്ലേ? ഇവിടെ ആയിരുന്നു ആദ്യം ബോറോയിങ് കാണിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് കഴിഞ്ഞ ക്വാർട്ടറിൽ അവരെടുത്ത് മേലെ വെച്ചു, ഇപ്പൊ തിരിച്ച് അതേപോലെ തന്നെ എടുത്ത് താഴെയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. ഓക്കെ, അതെനിക്ക് അത്രയും എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എങ്ങനെ നോക്കിയാൽ 2.5 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു കമ്പനിയാണ് തന്നെയാണ് നമ്മുടെ വോഡഫോൺ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് എത്രയാണ്? 1,56,000 crore ഫിക്സഡ് അസറ്റ് ഉണ്ട്. അതിന് എഗൈൻസ്റ്റ് എത്രയാണ് ഇവർക്ക് ബാധ്യതയുള്ളത്? 2,32,000 ആണ്. ആകപ്പോൾ അവരുടെ അസറ്റ് ഉള്ളത് 1,50,000 കോടി രൂപയുടെ അസറ്റാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഈ ഷെയർ ഒന്ന് വാങ്ങുകയാണെങ്കിൽ, നിങ്ങൾ വാങ്ങിയ ഉടനെ നിങ്ങൾ കടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ. അടുത്തൊരു റീസൺ കൂടെ ഞാൻ നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? നമ്മുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ, ക്വാർട്ടർലി റിസൾട്ട് അറിയാമല്ലോ, അല്ലേ? നമ്മളിത് ജൂൺ 2020 ആണെങ്കിൽ ജൂൺ 2021, 2022, 2023 ഇങ്ങനെ കമ്പയർ ചെയ്യണം. ഓക്കെ, ഒരിക്കലും അടുത്തടുത്തുള്ള ഇയർ ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് ക്വാർട്ടർലി റിസൾട്ടാണ്. ഓക്കെ, ഓപ്പറേഷൻ പ്രോഫിറ്റ് ഇവർക്ക് ഇപ്പോൾ ഈ ക്വാർട്ടറിൽ ജൂൺ 2020 4,098 കോടി രൂപയുണ്ട് ഓപ്പറേഷൻ പ്രോഫിറ്റ്. അതിന്റെ എഗനിസ്റ്റിൽ എത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? 3,800 കോടി രൂപ, അല്ലേ? കുറവായിരുന്നു.
പിന്നെ എന്താ സംഭവിച്ചത്? ഓപ്പറേഷൻ പ്രോഫിറ്റ് 3700 കോടി രൂപയായി 2021. ഇൻട്രസ്റ്റ് എത്രയായി? 5228 കോടി രൂപയായി. പിന്നെ 2022 4328 കോടി രൂപ ഓപ്പറേഷൻ പ്രോഫിറ്റ്. അതിന്റെ എഗനിസ്റ്റിൽ ഇൻട്രസ്റ്റ് എത്രയായി? 5900 കോടി രൂപയായി. പിന്നെ ഇവിടെ 4000 കോടി രൂപ പിന്നെ ഓപ്പറേഷൻ പ്രോഫിറ്റ്, അതിന്റെ എഗനിസ്റ്റിൽ 6000 കോടി രൂപ ഇൻട്രസ്റ്റ്. ഇതിന്റെ അർത്ഥം എന്താണ്? ഇവര് ബിസിനസ് ചെയ്യുന്നത് തന്നെ ഇവര് ഒന്ന് അനങ്ങി കഴിഞ്ഞാൽ പൈസ പോവും, ഇങ്ങോട്ട് അനങ്ങിയാൽ പൈസ പോവും. അതാണ് ഇവരുടെ അവസ്ഥ ഇപ്പോൾ. എന്ന് വെച്ചാൽ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് വരെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇത് കഴിഞ്ഞിട്ടില്ലേ ശരിക്കും നെറ്റ് പ്രോഫിറ്റ് ഒക്കെ വരുത്തുള്ളൂ. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? അതുകൊണ്ട് തന്നെ ഇവിടെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം നെറ്റ് പ്രോഫിറ്റ് മൈനസ് 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 എല്ലാം മൈനസ് തന്നെയാണ്. ദർ ഈസ് നത്തിങ് മച്ച് ടു സേ അബൌട്ട് നെറ്റ് പ്രോഫിറ്റ്. എന്ന് വെച്ചാൽ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഓപ്പറേഷൻ പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന ഒരു സമയം ഒരു കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കമ്പനി ഓരോ ക്വാർട്ടറിലെ നിങ്ങൾ റിസൾട്ട് നോക്കിയാലും അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഡീഗ്രേഡിങ് ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്? ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ എന്തായിരിക്കും ഇനി ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്തായിരിക്കും ഈ കമ്പനിയുടെ, അല്ലേ? അത് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത, അല്ലേ? നമ്മൾ അതും കൂടെ സംസാരിക്കണമല്ലോ. ഓക്കെ, അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ കമ്പനിയുടെ അവസ്ഥ വെച്ചിട്ട് എന്താ പറയാ, ഇനി ലോൺ എടുക്കാനുള്ള ഒരു അവസ്ഥയും ഒന്നും ഇവർക്കില്ല. പിന്നെ അത്രയും വലിയ ഫണ്ട് റേസിങ് ചെയ്യാൻ ഇനി ചെയ്യണമെങ്കിൽ തന്നെ എന്താണ് ആവുക? മാർക്കറ്റിലെ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ്, അല്ലെ, അവര് ഇതിനെ അക്വസിഷൻ ചെയ്യണം, അല്ലെ, അവർ വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു അവസ്ഥ വന്നാലും, അല്ലെ, ഇവരുടെ കോമ്പറ്റീറ്റർ വേറെ ഒന്നും ഇനി ചെയ്യാനില്ല. കാരണം ഇവരുടെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഓൾറെഡി ഇവരുടെ അടുത്തുള്ള ടവേഴ്സ്, ഇതൊക്കെയാണ് ഇവരുടെ ഒരു അസറ്റ് എന്ന് പറയുന്നത്, അല്ലെ, ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നെങ്കിൽ ഇതൊക്കെ അക്വിസിഷൻ ചെയ്യുക ഇവരുടെ കമ്പറ്റീറ്റർ, അല്ലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പുതിയ പ്ലെയർ മാർക്കറ്റിലേക്ക് വരണം. ഓക്കെ, കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇന്ത്യയിലെ ഡുവോപ്പൊളിയാണ് ആര്? ജിയോയും അതേപോലെ തന്നെ ഭാരതി എയർടെലും. ബാക്കിയൊക്കെ താഴെ തന്നെ വരുള്ളൂ. ജിയോ ആണ് ഇപ്പോൾ ഫസ്റ്റിൽ വരുന്നത്, ഭാരതി എയർടെൽ സെക്കൻഡിൽ വരുമായിരിക്കും, ദെൻ വോഡഫോൺ ഐഡിയ. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളും ഒന്നുമല്ല ഞാൻ പറയുന്നത്, കാരണം ജിയോയുടെ ഡീറ്റെയിൽസ് തന്നെ ഇവിടെ ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ ഓക്കെ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാരതി എയർടെൽ തന്നെ എടുത്തോളൂ. ഓക്കെ, ഭാരതി എയർടെൽ എന്ന് വെച്ച് നമുക്ക് തന്നെ കമ്പയർ ചെയ്യാം ആൻഡ് വോഡഫോൺ ഐഡിയ. ഓക്കെ, ഒന്നുകിൽ ഭാരതി എയർടെൽ ഇവരെ വാങ്ങിക്കണം. അങ്ങനെ വാങ്ങുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിലെ നെറ്റ്വർക്ക് കവറേജ്, അല്ലേ, അവരുടെ ഒരു കവറേജ് വെച്ചിട്ട് ഞാനൊന്ന് പിന്നെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് കുറച്ച് ഡാറ്റ കിട്ടി. അതിനകത്ത് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഇന്ത്യൻ്റെ ഈ മാപ്പിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇത്രയും ഏരിയകളിലൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വോഡഫോൺ ഐഡിയ ഉള്ളത്. മനസ്സിലായില്ല? അപ്പോൾ അവർ നല്ലൊരു ഏരിയയിൽ അവരുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇതൊരു വലിയ പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ അക്വിസിഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് കിട്ടുക? ഇത്രയും ഏരിയകളിൽ അവർക്ക് ഇനി എക്സ്പാൻഷൻ ചെയ്യേണ്ട കാര്യമേ വരില്ല, അല്ലേ? ഇത്രയും വലിയ ഏരിയയിൽ അവർക്കൊരു ഫിക്സഡ് അസറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറയുമ്പോൾ അതൊരു പോസിബിലിറ്റിയാണ്, അല്ലേ? കിട്ടും. അപ്പോൾ അവർ ആരെങ്കിലും ഒക്കെ വരാം, തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സോ ആരെങ്കിലും ഒക്കെ വരാം. ഓക്കെ, അങ്ങനെ എന്തിനവർ വാങ്ങിക്കും? ഒന്നെങ്കിൽ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിന്, ഓക്കെ, ഈ കാണുന്ന ഏരിയകളിൽ അവർക്ക് അത്രയും ടവേഴ്സ് ഒന്നും ഇല്ല, അല്ലെ, അത്രയും അവർക്ക് നെറ്റ്വർക്ക് ഇല്ല. ഈ ഒരു റീസൺ വരുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിന് ഇവരെ വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം ഉണ്ടാവുള്ളൂ, അല്ലേ? ഇത്രയും ഏരിയയിൽ ഇനി അവർക്ക് അതിനു വേണ്ടിയിട്ട് പൈസ മുടക്കേണ്ട കാര്യം വരില്ല. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മൾ കാണുന്നത് വോഡഫോൺ ഐഡിയന്റെ ആണ്. ഞാൻ ഇവിടെ നോക്കുന്നത് ഇപ്പോൾ എയർടെലിന്റെ ആണ് നോക്കാവുന്നത്. എയർടെലിന്റെ അവസ്ഥ നോക്കുക എന്താണ്? അവിടെക്കാളും കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ വോഡഫോൺ ഐഡിയനേക്കാളും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ എയർടെലിന്റെ അടുത്തുണ്ട്. അതേ കേസ് നമ്മൾ ജിയോനെ നോക്കിക്കഴിഞ്ഞാലോ, ഇവരെ രണ്ടുപേരെക്കാളും കൂടുതലാണ് ജിയോന്റെ ഉള്ളത്. ഇതിനകത്ത് ഞാൻ പറയുന്നത് ഇവരുടെ അസറ്റുകൾ എന്ന് വെച്ചാൽ ഇവരുടെ നെറ്റ്വർക്ക്, ഇവരുടെ ടവേഴ്സ്, ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവരുടെ കോമ്പറ്റീറ്റേഴ്സിന് അടുത്ത് ഓൾറെഡി ഇവരുടെക്കാളും പിന്നെ വോഡഫോൺ ഐഡിയനേക്കാളും കൂടുതൽ പിന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ഉണ്ട്. പിന്നെ അവരെന്തിനു വാങ്ങിക്കണം? അതല്ലേ ഒരു കാര്യം. പിന്നെ അവരെന്തിനു വാങ്ങും? അപ്പൊ അവർക്കതൊരു ഡെഡ് കോസ്റ്റില്ലേ ശരിക്കും പറഞ്ഞാൽ. ഇവരതിപ്പോ ജിയോയോ അല്ലെങ്കിൽ പിന്നെ ഭാരതി എയർടെല്ലോ ഇവരെ അക്വിസിഷൻ ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്കൊരു ഡെഡ് കോസ്റ്റ് ആണ്. അപ്പൊ അവരെന്താ ചെയ്യുക? ദേ ആർ വെയിറ്റിംഗ്. ഓക്കെ, ഈ കമ്പനി താഴേക്ക് പോയി തരിപ്പണമായി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ ഡീലിസ്റ്റ് ആയി പോയി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ ഇവരുടെ ടവർ മറ്റേ എയർടെലിന്റെ ടവറൊക്കെ എടുത്തിട്ട്, സോറി നോട്ട് എയർടെൽ, ടെലികോം ടവേഴ്സ് ഒക്കെ എടുത്ത് അത് ഊരിയിട്ട് പിന്നെ മറ്റെന്താ സ്ക്രാപ്പിന്റെ കടയെ കൊണ്ടുപോയി വിൽക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താവും? ഇവർക്ക് ചീപ്പ് റേറ്റിൽ, ആർക്ക്? ഭാരതി എയർടെലിനോ അല്ലെങ്കിൽ ജിയോയ്ക്കോ ഒക്കെ ചീപ്പ് റേറ്റിൽ ഈ സാധനം കിട്ടും.
ഈ കമ്പനിയുടെ അസറ്റ് കിട്ടും. ചിലപ്പോൾ അതിനായിരിക്കും ഇവർ വെയിറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇവരുടെ എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. നാളെ ഇതൊന്നും മാറിക്കൂടായികയില്ല, അതൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നത് എന്താണ്, നമ്മൾ കറണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കി, അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഫ്യൂച്ചർ ഗ്രോത്തിൽ എന്ന് വെച്ചാൽ, ഫ്യൂച്ചർ ഗ്രോത്ത് എന്നല്ല ഉദ്ദേശിച്ചത്, ഫ്യൂച്ചറിൽ ആകാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇവരുടെ അസറ്റ് വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ, അക്വിസിഷൻ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം കിട്ടുക, അവർ എന്തുകൊണ്ട് വാങ്ങിക്കണം, എന്തുകൊണ്ട് വാങ്ങിക്കൂടാ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അവർ വാങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർ വാങ്ങേണ്ട ആവശ്യം അവർക്കില്ല, കിട്ടിയാൽ ബോണസ് ആണ്. അത് തന്നെ. വേറൊരു കാര്യം എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇതെപ്പോഴത്തെ റിപ്പോർട്ടാണ്, 2020 ഇവരുടെ കസ്റ്റമർ ബേസ് അല്ലേ, കസ്റ്റമർ ബേസ് ഇവർക്ക് എത്ര ഉണ്ടായിരുന്നു? 250 മില്യൺ ആൾക്കാരുടെ കസ്റ്റമർ ബേസ് ഉണ്ടായിരുന്ന കമ്പനിയാണ് വോഡഫോൺ ഐഡിയ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് 20 അല്ലേ, 2020 അല്ലേ? യെസ്, 2000. അപ്പൊ 2021 എത്രയുണ്ടത്? ഇത് 2021 റിപ്പോർട്ടാണ്. 2021 എത്രയുണ്ടത്? ഇപ്പോൾ ഉള്ളത് സബ്സ്ക്രൈബേഴ്സ് 253. അപ്പൊ 280 നിന്ന് 253 അല്ലേ, 253 ഇത് 2023 എന്താണ് സംഭവിക്കുന്നത്? 2023 കസ്റ്റമർ ബേസ് ഞാൻ നോക്കുമ്പോൾ 226 മില്യൺ ആയി. അപ്പൊ 280, 253 അല്ലെ, ഇപ്പൊ അത് 226. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്? ഇവിടെ കസ്റ്റമർ ഇവരുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് അവര് ജിയോന്റെ കയ്യിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ ഭാരതി എയർടെലിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇപ്പൊ ഞാൻ നാളത്തെ ജിയോന്റെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭാരതി എയർടെലിന്റെ കാര്യമാണ് പറയുന്നത്. ഇനിയിപ്പോ ബാക്കിയുള്ള 226 മില്യൺ ആൾക്കാര് ജിയോയിലേക്കും അതേപോലെ തന്നെ ഭാരതി എയർടെലിലേക്കും പോകുമ്പോൾ അവർക്കെന്താ ഇത്രയും ആൾക്കാരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൽ ഉള്ളതിനേക്കാളും കൂടുതൽ വലിയ വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടി വരുമോ? വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരുമോ? ഒന്നും വേണ്ടി വരില്ല അല്ലെ. ഇപ്പോഴത്തേനെ അവര് ഫുള്ളായിട്ട് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഇവരുടെ ടവറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാങ്ങാന്നുള്ള രീതിയിൽ വാങ്ങിയിട്ട്, സ്ക്രാപ്പ് റേറ്റിൽ വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഇവർക്ക് വലുതായിട്ടൊന്നും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ വലുതാക്കേണ്ട കാര്യം വരില്ല. അപ്പൊ അവർക്ക് എന്താ ഗുണം? അതിന്റെ ഇത്രയും ആൾക്കാർ അവരുടെ ബിസിനസ് അവരിലേക്ക് വരികയാണ് അല്ലെ. അതിന്റെ എഗനിസ്റ്റ് ആയിട്ട് അവർക്കൊന്നും ഉണ്ടാക്കേണ്ടിയും വരുന്നില്ല പുതിയതായിട്ട്. അപ്പൊ ഈ കമ്പനികളുടെ അവസ്ഥ എന്താവും? ജിയോന്റെയും ഭാരതി എയർടെലിന്റെ അവസ്ഥ എന്തായിരിക്കും ഫ്യൂച്ചറിലെ? അവരുടെ നെറ്റ് പ്രോഫിറ്റ് കൂടും അൾട്ടിമേറ്റ്ലി. അപ്പൊ നിങ്ങൾക്ക് നാളത്തേക്ക് ഒരു ടിപ്പും കൂടെ കിട്ടിയില്ലേ? അത് എങ്ങനെയാ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുക? ദ നമ്പർ ഓഫ് വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ സബ്സ്ക്രൈബേഴ്സ് ഇൻ ഇന്ത്യ ആസ് ഓഫ് December 2022 ബൈ സർവീസ് പ്രൊവൈഡർ അല്ലെ, സർവീസ് പ്രൊവൈഡർ ഡാറ്റയാണത്. അപ്പൊ റിലയൻസ് ജിയോ എത്രയാണ്? 424 അല്ലെ. ഭാരതി എയർടെൽ, ഇത് ഇൻ മില്യൺ, ഓക്കെ, മില്യൺ ആണ്, 424 മില്യൺ. ഭാരതി എയർടെൽ 367 ആൻഡ് വോഡഫോൺ ഐഡിയ 241. മനസ്സിലായില്ലേ? അപ്പൊ ഇത് കുറഞ്ഞ് ഇവരുടെ അടുത്ത് കൂടി വരികയാണ് ഇപ്പോൾ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ക്രോസ് ചെക്ക്. അതിൽ തന്നെ ഇന്നലത്തെ ഒരു ന്യൂസ് വന്നപ്പോൾ 2023 ഒരു ന്യൂസ്, October 3, 2023 ന്യൂസാണ്. എന്താണത്? വോഡഫോൺ ഐഡിയ സർവൈവൽ ക്രിട്ടിക്കൽ ഫോർ ഇൻഡസ് ടവേഴ്സ്, അഖിൽ ഗുപ്ത. എന്താണ് ഇൻഡസ് ടവറിന്റെ റോൾ ഇതിനകത്ത്? അത് നമുക്ക് നോക്കാം. അതായത് ഇൻഡസ് ടവറിന്റെ റിപ്പോർട്ടാണ്. ലാർജ് കസ്റ്റമർ ഓഫ് ദ ഗ്രൂപ്പ് അക്കൗണ്ട്സ്. ആരാണ് ലാർജ് കസ്റ്റമർ? വോഡഫോൺ ഐഡിയ ആണ് ഇൻഡസ് ടവേഴ്സിന് ലാർജ് കസ്റ്റമർ വരുന്ന ഒരാൾ. ഓക്കെ, ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ റിപ്പോർട്ടിൽ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. ലാർജ് കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമ്മളെയല്ല, അവർ ഇൻഡസ് ടവറിന്റെ ലാർജ് കസ്റ്റമർ വിച്ച് ഇസ് വോഡഫോൺ ഐഡിയ. ഓക്കെ, നൗ ഓഫ് ദ ഗ്രൂപ്പ് അക്കൗണ്ട്സ് ഓഫ് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ദ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഫോർ ദ ക്വാർട്ടർ എൻഡ് June 30, 2023. അതിലവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, the said customer in its latest published, said customer ആരാണ്? ഈ ലാർജ് കസ്റ്റമർ. അവരാരാണ്? വോഡഫോൺ ഐഡിയ. ഓക്കെ, latest published audited financial result for the quarter and year ended March 31st, 2023 had indicated that its ability to continue as a going concern. എന്താണ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ? എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഫ്യൂച്ചറിലേക്ക് അവരുടെ ഗ്രോത്ത് പ്രോസ്പെക്ട് നമുക്ക് ഇപ്പോഴത്തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതി, അത് തന്നെയാണ് ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത്. ഈസ് ഡിപ്പെൻഡഡ് ഓൺ ഇറ്റ്സ് എബിലിറ്റി. ഇങ്ങനെ ഒരു ഗോയിങ് കൺസേൺ ആവണമെങ്കിൽ അവരുടെ ഡിപ്പെൻഡന്റ്, അത് എന്തിലാണ് അവരുടെ ഡിപ്പെൻഡൻസി ഉള്ളത്? their ability to raise additional fund as required and എന്താണ് സക്സസ്ഫുൾ നെഗോഷിയേഷൻ വിത്ത് ദ ലെൻഡേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ഫോർ കണ്ടിന്യൂഡ് സപ്പോർട്ട് ആൻഡ് ജനറേറ്റ് ക്യാഷ് ഫ്ലോ. എന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ എന്താണ് അർത്ഥം? ഇവർക്ക് ഇവരുടെ ഈ ഇൻഡസ് ടവറിന്റെ റിപ്പോർട്ട് തന്നെ അവര് തുറന്ന് എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങളുടെ
എന്താ പറയുക വള്ളിയും പുള്ളിയും തെറ്റിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി ഈ കമ്പനിക്ക് മേലേക്ക് വരണമെങ്കിൽ അവർക്ക് ലാർജ് സ്കെയിലിൽ ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ അവരുടെ വെൻഡേഴ്സിനോടും കടമായിട്ട് സാധനങ്ങൾ കൊടുത്ത ആൾക്കാരോടൊക്കെ അടി വീഴാതിരിക്കണമെങ്കിൽ അവരെയൊക്കെ പറഞ്ഞു നിർത്തേണ്ടി വരും. അങ്ങനെ നിർത്തണമെങ്കിൽ അവർക്ക് പൈസ വേണം. പൈസ വേണമെങ്കിൽ അവർ ഫണ്ട് റേസ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്താൽ തന്നെ ഓക്കെ, ഞാൻ പറയണം, ഓക്കെ നിങ്ങൾ പറയാണ് അവർക്ക് ഫണ്ട് റേസ് ചെയ്യണം, എന്താണ് കുഴപ്പം? ദേ ക്യാൻ ഗെറ്റ് ദ ഫണ്ട്, റൈറ്റ്? അത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കിട്ടിയാൽ തന്നെ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്പറേഷൻ പ്രോഫിറ്റും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും അവിടെയാണ് പ്രശ്നം വരിക. കാരണം ഇനി ഫണ്ട് റേസ് ചെയ്താലും ഇവർ ചിലപ്പോൾ ഈ ബോറോയിങ് ഇവർക്കുള്ള ഈ 2 ലക്ഷം കോടി രൂപേന്റെ കടം അവർ കുറച്ച് കൊടുത്തു തീർക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും അവർക്ക് ഇൻട്രസ്റ്റ് ബാക്കി ഉണ്ടാവും. എന്നാലും അവർക്കത് മേലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് സമയം ഇവിടുന്ന് എടുക്കും. കാരണം ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് മൈനസിലാണ്, ഓൾറെഡി പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് കൂടുതലാണ് ഓപ്പറേഷൻ പ്രോഫിറ്റിനേക്കാളും. ഇനിയിപ്പോ ഇതൊന്നുമല്ല, പുറത്തുനിന്ന് ഇനി വേറൊരു വലിയൊരു പ്ലെയർ വന്നിട്ട് ഇവരെ വാങ്ങിക്കുകയാണെന്ന് തന്നെ വെക്കുക. ഓക്കെ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ റിട്ടേൺ ഓൺ അസറ്റ് എത്രയാണ്? -14.6 ആണ്. അവരെന്തിനാണ് പിന്നെ ഈ -14.6 റിട്ടേൺ ഓൺ അസറ്റിൽ ഒരു കമ്പനിയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക? അതിനേക്കാളും നല്ലത് അവർക്ക് പിന്നെ FD ഇട്ടാൽ പോരെ, 6% കിട്ടില്ലേ? ഓക്കെ, അപ്പോ ദർ ഇസ് നോ പോസിബിലിറ്റി ഫോർ ദിസ് ബിസിനസ് ടു കം അപ്പ് ആസ് പെർ ദ കറന്റ് സിനാരിയോ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ ഒരു ന്യൂസും കൂടെ വന്ന എന്തായിരുന്നു? ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ഒരു ഷൂട്ടപ്പ് ഉണ്ടായിരുന്നു നമ്മളുടെ പിന്നെ ഷെയർ പ്രൈസിൽ. അതെന്താണ്? കുമാർ മംഗളം ബിർള റീജോയിൻസ് VI ബോർഡ്. ഓക്കെ, ഇദ്ദേഹത്തിന് എനിക്ക് ഫുൾ റെസ്പെക്ട് ഉണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇദ്ദേഹത്തെ പോലെ ഒരാൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് സമയത്തേക്ക് ഈ ഷെയർ പ്രൈസിൽ ഒരു എന്താ പറയുക, ഒരു പോക്ക് മേലേക്ക് ഉണ്ടായാൽ തന്നെ അത് ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഇത് ഇപ്പോഴത്തെ ന്യൂസ് അല്ല, ആ സംഭവം കഴിഞ്ഞു. അത് ഏപ്രിൽ 2020 ന്യൂസാണ്. സോറി, ഏപ്രിൽ 2023 ന്യൂസാണ്. അതും കൂടെ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ അതിലെന്താണ് കാണുന്നത്? ഏപ്രിൽ 2023 എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ? ഈ ഒരു ന്യൂസ് വന്നു, ഇവിടെ പുള്ളി ജോയിൻ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഷെയർ പ്രൈസ് കുറച്ച് മേലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഷെയറുകളിലൊക്കെ ഓപ്പറേറ്റർ ആക്ടിവിറ്റി ഒരുപാടുണ്ടാവും. കാരണം ഒരുപാട് പേരുടെ പൈസ മേലത്തെ ലെവലുകളിലൊക്കെ എന്താ പറയുക വാങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഓപ്പറേറ്റേഴ്സ് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെങ്ങനെ നോക്കിയാലും ഇതിനകത്തൊരു ചെറിയ ചെറിയ ന്യൂസ് വരുമ്പോഴത്തേനും പുഷ് ചെയ്തിട്ട് സ്റ്റോക്ക് പ്രൈസിനെ മേലേക്ക് കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ എന്ത് ചെയ്താലും ശരി, ഇനിയിപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഇവിടുന്ന് 100 രൂപ എത്തിയാലും ശരി, കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നന്നാവത്തോടത്തോളം കാലം നമ്മൾ ഇതിനകത്ത് നിന്ന് ദൂരെ നിൽക്കുന്നതല്ലേ നല്ലത്. നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ കമ്പനിയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടംപോലെ കമ്പനികളിൽ, ഞാൻ തന്നെ നിങ്ങൾക്ക് 10-50 കമ്പനികൾ ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ, അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് പിന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? എന്തിനാണ് നിങ്ങൾ? അതും എനിക്ക് നിങ്ങളോട് ഇതൊന്നും എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റില്ല, ഒന്ന് മനസ്സിലാക്കണം അതൊക്കെ. എന്താ, നിങ്ങൾ എൻ്റെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ട്രേഡിംഗ് സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്, ടോപ്പ് 80 വെൽത്ത് ബിൽഡിംഗ് എക്വിറ്റി കമ്പനീസ്. ഇതിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് പിന്നെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരാൻ ഞാൻ ഇത്രയും സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയും നിങ്ങൾ എന്തിനാണ് എന്ന് വെച്ചാൽ ഈ സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചിട്ട് ഇവിടെ ഉപയോഗിക്കുക. 80 കമ്പനികളുണ്ട്, ഇനി 200 കമ്പനികൾ ലിസ്റ്റ് വേറെ തന്നെ ഉണ്ട്. അത് തരണമെങ്കിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവണം. ഓക്കെ, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ റിലീസ് ചെയ്യും. അപ്പോൾ ജോക്സ് അപ്പാട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇനി ഇത് കൂടുതൽ എന്താണ് വേണ്ടത്? പിന്നെ എന്താണ് പെനി സ്റ്റോക്കിന്റെ പുറകെ പോകുന്നത്? ഒരുപാട് സ്റ്റോക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെയൊന്നും ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. നമ്മളെപ്പോഴും ഫാക്ടിന്റെ ബേസിൽ ട്രേഡ് ചെയ്യണം. ഓക്കെ, അത് പറഞ്ഞു തരാൻ ഞാനുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ കേൾക്കണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതൊന്നും പിന്നെ എൻ്റെ വിഷയമല്ല. പിന്നെ ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കി നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. That's it for today's video. I'll see you with another one later on. Bye bye.